യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു, പരീശന്മാരുടെ ശിഷ്യന്മാരും ഉപവസിക്കുന്നു. നിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല? കർത്താവ് തിരിച്ചു കൊടുക്കുന്ന മറുപടി, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴന്മാർക്ക് ഉപവസിക്കേണ്ട കാര്യമില്ല. വിട്ട് പിരിയുന്നു എന്ന് തോന്നുന്ന ഒരു ദിവസം വരും, അന്ന് ഉപവസിക്കും. ഈ തോഴന്മാർ എന്ന് പറഞ്ഞാൽ മണവാളൻ്റെ അടുത്ത ശബ്ദം കേൾക്കുന്നവർ. അതെവിടെയെങ്കിലും വേദഭാഗത്തിലുണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നു, മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. കണ്ട, മണവാട്ടി ഉള്ളവൻ മണവാളനാണ്, ശരിയാണ്. പക്ഷേ മണവാളൻ്റെ സ്വരം കേൾക്കുന്നവൻ മണവാളൻ്റെ സ്നേഹിതനോ ആയിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, മണവാളൻ്റെ സ്വരം കേൾക്കുന്ന സ്നേഹിതൻ, ഇതിന് 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം കർത്താവിൻ്റെ കല്യാണം, അല്ലേ? കർത്താവിൻ്റെ കല്യാണം അത് ഉപമയായിട്ട് കർത്താവ് പറയുന്നു മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ. കർത്താവ് ക്ഷണിക്കപ്പെട്ടവർ ഒരുപാട് പേരുണ്ടായിരുന്നു, അവരാരും വന്നില്ല. എന്നാൽ ക്ഷണിക്കാത്ത വഴിത്തലക്കലിരുന്നവരെ കർത്താവ് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. എന്തുകൊണ്ട് വഴിത്തലക്കൽ ഇരുന്നവരെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ പറയും മറ്റവർ ഒരുങ്ങാത്തത് കൊണ്ട് ഇവരെന്ത് ചെയ്തില്ല എന്നോ, വിളിച്ചു എന്നോ, അല്ലേ? പക്ഷേ സർവശക്തനായ ദൈവത്തിന്, ഹൃദയങ്ങളെയും അതിൻ്റെ ആന്തര്യങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തിന് ഈ വ്യക്തികൾ വരൂല എന്നറിയില്ലേ? അറിയാമോ? അറിയില്ലേ? അറിയാം. അപ്പൊ എന്തിനാ ഇവരെ വിളിച്ചത്? എന്തിനാ അവരെ ക്ഷണിച്ചത്? ഇവര് വരാതിരിക്കണം, ഇവർക്ക് പകരം മറ്റൊരാളെ തന്നെ. നിങ്ങളെത്തൊന്നും മിണ്ടല്ല. ഈ ക്ഷണിച്ചവർ വരാതിരിക്കണം, എന്നാലേ കർത്താവിന് ഒരു കൂട്ടരെ അകത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പ്രവേശിച്ച ആരെങ്കിലും ഉണ്ടോ? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ എൻ്റെ ജനത്തിൻ്റെ, അപ്പൊ ഈ ക്ഷണിച്ചവർ ആരല്ല? ദൈവത്തിൻ്റെ ജനമല്ല. ആണോ? ഒരിക്കലും അല്ല. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ കഷ്ടത ദൈവം കാണും, അവരുടെ നിലവിളി കേൾക്കും, അവരുടെ സങ്കടം അറിയും, അവരുടെ കണ്ണുനീര് കാണും. ഈ 4 ക്വാളിറ്റികളുണ്ട്. ഈ വഴിത്തലക്കൽ ഒരു നേരത്തെ ആഹാരത്തിന് ആരോടെങ്കിലും വല്ലതും തരണേ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ സങ്കടം ദൈവം കണ്ടില്ലേ? 430 വർഷം കൊണ്ട് ഇസ്രായേൽ മക്കൾ
ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്. യോസേപ്പിന് അറിയാത്ത ഒരു രാജാവ് വന്ന കാലം തൊട്ട് എന്ത് ചെയ്യാണ്? നിലവിളിക്കുന്നു. അതേപോലെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ അറിയാത്ത ഒരു രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവജനത്തിൻ്റെ കഷ്ടതയും ദൈവജനത്തിൻ്റെ കണ്ണുനീരും ദൈവജനത്തിൻ്റെ നെടുവീർപ്പും ദൈവജനത്തിൻ്റെ നിലവിളിയും കേൾക്കുന്ന ഒരു കർത്താവ്. മനസ്സിലായോ? കേൾക്കുന്ന കർത്താവിന് ഇവരെ അകത്ത് കൊണ്ടുവരണം. അകത്ത് കൊണ്ടുവരണമെങ്കിൽ വിളിച്ചവരെന്താകരുത്? യോഗ്യരാകരുത്. അവർ പണത്തിന് വേണ്ടി ഓടുന്നവരാകാം, അവർ പദവിക്ക് വേണ്ടി ഓടുന്നവരാകാം, അവർ തലമുറയ്ക്ക് വേണ്ടി ഓടുന്നവരാകാം. അല്ലേ? യോബിനെ എങ്ങനെയായിരുന്നു യോബിൻ്റെ ജീവിതം? യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. യോബിൻ്റെ പുസ്തകം 29-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്നത്തെ മാസം, പണ്ടത്തെ മാസം, എന്നത്തെ മാസം, കഷ്ടത വരുന്നതിന് മുമ്പുള്ള മാസം. ആ ആ ആ ആ ആ നോക്കണമേ, ഇവിടെ കുറെ അനുഗ്രഹങ്ങൾ പറയുക. ദൈവത്തിൻ്റെ സഖ്യത എന്നോടുകൂടെ. ഇതെപ്പോഴാ നഷ്ടപ്പെട്ടത് യോബിന്? യോബിന് എപ്പോഴാ നഷ്ടപ്പെട്ടത് പ്രിയ ദൈവങ്ങളെ? പറ. ദീപേ എപ്പോഴാണ് നഷ്ടപ്പെട്ടത്? ദീപയ്ക്ക് എപ്പോഴാണ് നഷ്ടപ്പെട്ടത്? മക്കളെ പറ. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം എടുത്തേ. അപ്പം ഒരു ദിവസം ദൈവസന്നിധിയിൽ യോബ്, ദൈവമക്കളെല്ലാവരും അവിടെ ചെന്നു. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ആര്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ സ്വീകരിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരം കൊടുത്തു. ഈ സമയത്ത് ആരില്ല? ഗീതാദോസേ, യോബില്ല. പക്ഷെ സാത്താനുണ്ട്. ഇപ്പം നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന, നിങ്ങളെക്കുറിച്ച് ഞാൻ കുറ്റം പറയില്ല. ഒരാൾ വന്ന പറയുമോ? ഇല്ലാത്ത ഒരാളിനെ കുറിച്ച് യോബില്ല. യോബ് ഇപ്പൊ എവിടെ? മക്കൾക്ക് വേണ്ടി പൂജ ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ ദൈവസന്നിധിയിൽ നിൽക്കേണ്ട സമയം, ദൈവസന്നിധിയിൽ ഒരു വ്യക്തി നിൽക്കാതെ പോയാൽ അവനെ ദൈവം തള്ളും. മനസ്സിലായ? അവനെ ദൈവം തള്ളും. അതിന് എത്ര കൃപാവരമുള്ളവനായിരുന്നാലും ശരി, എത്ര അന്യഭാഷ പറയുന്നവനായിരുന്നാലും ശരി, എത്ര പ്രവചനമുള്ളവനായിരുന്നാലും ശരി, എത്ര സമ്പത്തുള്ളവനായിരുന്നാലും ശരി, എത്ര നിഷ്കളങ്കത്വമുള്ളവനായിരുന്നാലും ശരി, എത്ര ദോഷം വിട്ട് അകലുന്നവനായിരുന്നാലും ശരി, 8 മണി തൊട്ട് 10:45 മണി വരെ എന്ന് പറയുന്നൊരു സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാനുള്ളൊരു സമയം. ഈ സമയം നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ അവനെ ദൈവം തള്ളും. പിശാചിൻ്റെ ഇഷ്ടത്തിന് അവനെ ഏൽപ്പിച്ചു കൊടുക്കും. എന്നാൽ നീ വഴിത്തലക്കലാണ്, പക്ഷെ നീ കരയുകയാണ്. എനിക്ക് ദൈവസന്നിധിയിൽ പോകാൻ എന്തില്ല? അവസരം
ഇല്ല. എന്നെ ആരും ക്ഷണിക്കുന്നില്ല. എനിക്കാരും ഒരു വിശേഷ വസ്ത്രം തരുന്നില്ല. പക്ഷെ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവനെ ദൈവം തള്ളും. ഇവിടെ ആരെങ്കിലും ഉപവസിച്ചിട്ടാണോ കല്യാണ പരയിൽ കൊണ്ടുവന്നത്? ആണോ? ഈ വഴിത്തലക്കൽ കിടക്കണ ആരെങ്കിലും ഉപവസിച്ചോ? ആരെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചോ? അവരെ കഷ്ടതയ്ക്കല്ലേ പ്രാർത്ഥിച്ചിരിക്കും? അവരുടെ കണ്ണുനീരിനല്ലേ പ്രാർത്ഥിച്ചിരിക്കും? അവരുടെ വേദനകളല്ലേ ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കും? അവർക്ക് നല്ലൊരു വസ്ത്രമില്ലാത്തതിനല്ലേ പ്രാർത്ഥിച്ചിരിക്കും? ഈ പ്രാർത്ഥന കേൾക്കുന്നവൻ, ഈ കണ്ണുനീര് കാണുന്നവൻ വിളിച്ചവരെ അയോഗ്യരാക്കിയിട്ട അകത്തു കൊണ്ടുവന്നു. എന്നിട്ട് ആദ്യം ചെയ്തത് എന്താണ്? വിശേഷ വസ്ത്രം കൊടുത്തു. എന്താ അങ്ങനെ കൊടുക്കേണ്ട കാരണം? അവരെ വല്ലവൻ്റെ ഒന്നും പിടിച്ചു പറിച്ച് തരണമെന്നല്ല പറഞ്ഞത്. ആണോ? ഇല്ല, കഷ്ടത മാറണം. ആരുടേതെങ്കിലും എടുത്തെനിക്ക് തരണമെന്നല്ല അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഈ വേദന എന്ത് ചെയ്യണം? മാറണം. എൻ്റെ ദുഃഖം മാറണം. എൻ്റെ കണ്ണുനീര് മാറണം. അല്ലാതെ മറ്റൊരുത്തൻ നശിച്ചിട്ട് മറ്റൊരുത്തൻ്റെ നിന്ന് എടുത്ത് തരണമെന്നല്ല പ്രാർത്ഥിച്ചത്. ആ നിലവിളി കേട്ടവൻ പറഞ്ഞു, വഴിത്തലക്കൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്, അവരെ അകത്ത് കൊണ്ടുവാ. കൊണ്ടുവന്നിട്ട് അവർക്ക് നീതിയുടെ വസ്ത്രം കൊട്. അവരെ പോലെ വലുതാകാനല്ല അവർ പ്രാർത്ഥിച്ചത്, അവരുടെ കണ്ണുനീര് മാറാനാ പ്രാർത്ഥിച്ചത്. അവരുടെ കഷ്ടത മാറാനാ അവർ പ്രാർത്ഥിച്ചത്. അവർക്ക് നീതിയുടെ വസ്ത്രം കൊടുക്കണം. അതിൽ ഒരുത്തൻ, ദൈവം കൊടുത്ത നീതിയുടെ വസ്ത്രം ഒരുത്തന് നഷ്ടപ്പെട്ടപ്പോഴും രാജാവ് കണ്ടു. കണ്ടില്ലേ? എന്നാൽ തോഴ്മക്കാർ കണ്ടോ? കണ്ടോ? അവർ എക്സ്ക്യൂസ് കൊടുത്തു അല്ലേ? ഒരാൾ തന്നല്ല കുഴപ്പം. പക്ഷേ കണ്ടുപിടിക്കേണ്ടവൻ കണ്ടുപിടിച്ചു. അവൻ പറയുക, സ്നേഹിത, നീ എൻ്റെ സ്നേഹിതനാണ്, എൻ്റെ സ്വരം കേൾക്കുന്നവനാണ്, പക്ഷേ നീ എങ്ങനെ കല്യാണ വസ്ത്രമില്ലാതെ അകത്ത്? ഈ വസ്ത്രത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. പലപ്പോഴും നമ്മളൊക്കെ ആ വസ്ത്രത്തെ സ്തോത്രം ചെയ്യുന്നു, നിസ്സാരമായിട്ട് ചവിട്ടി തള്ളും. ഈ വസ്ത്രം എവിടെ പോകാൻ സൂക്ഷിക്കുന്നതാണ്? ഇരുട്ടിൽ തന്നെ. ഈ വസ്ത്രം ഇല്ലാതെ വന്നവന് എവിടെ? ഏറ്റവും പുറത്തുള്ള. അപ്പൊ ഈ വസ്ത്രത്തിനൊരു പ്രത്യേകതയില്ലേ? ഇരുട്ടിൽ പോകാതെ സൂക്ഷിക്കുന്ന ഒരു വസ്ത്രമല്ലേ നിനക്ക് തന്നത് ദൈവം? ഇത് ആരെങ്കിലും ഉപവസിച്ചിട്ടാണോ? ഇത് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടാണോ തന്നത്? എടാ, ഇവരെ കൂട്ടത്തുണ്ടായിരുന്നു എളിയവനെ ആദരിക്കുന്ന ദൈവം. അവരെ കൂട്ടത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വസ്ത്രം അവർക്ക് കൊടുക്കാൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ യോബ് അരിച്ചു. ദൈവമല്ലേ? യോബിനെ കുറിച്ച് 5 പേര് സാക്ഷി പറഞ്ഞു കേട്ടാ. ആരൊക്കെയാ? ആരൊക്കെ പറഞ്ഞു? ഒന്ന്, എഴുത്തുകാരൻ. യോബിന്റെ പുസ്തകം ആരെഴുതിയെന്ന് ഇന്നും തർക്ക വിഷയമാണ്. അവനല്ലേ ഫസ്റ്റിൽ പറഞ്ഞ്, ഉസ്ദേശത്ത് നിഷ്കളങ്കരും നേരുള്ളവരും ദോഷം വിട്ടവരും യഹോഭക്തനുമായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. എഴുത്തുകാരൻ പറഞ്ഞു. 2, ദൈവം പറഞ്ഞു. 3, പിശാച് പറഞ്ഞു. 4, ഭാര്യ പറഞ്ഞു. 5, കൂട്ടുകാർ പറഞ്ഞു. 5 പേര് അക്കമിട്ട് പറഞ്ഞാലും എടാ, ദൈവം തള്ളിയാൽ നീ ഇരുട്ടില്ല.
ആരൊക്കെ അക്കമിട്ട് പറയട്ടാ? പ്രിയ ദൈവമക്കളെ, അക്കമിടാതെ ഒരുത്തം പറഞ്ഞാൽ മതി. അതാര്? നമ്മുടെ സർവശക്തനായ ദൈവം. ദൈവം പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം പറഞ്ഞത് ദൈവം മാറ്റി പറയുമോ? പറയില്ലേ? ദൈവം പറഞ്ഞാൽ മാറ്റി പറയുമോ? പറയില്ലേ? പറയും, ഉറപ്പായിട്ടും പറയും. ഏലിയുടെ മക്കളെ കുറിച്ച് എന്താ പറഞ്ഞത്? നിത്യം എൻ്റെ വീട്ടിൽ, എൻ്റെ ആലയത്തിൽ അവർ ശുശ്രൂഷിക്കും, എന്നെ നന്മ കൊണ്ട് ജീവിക്കും. ഒടുക്കം ദൈവം എന്താ പറഞ്ഞത്? എന്നെ മാനിക്കുന്നവരെ നിന്റെ കുടുംബത്തിനകത്ത് ഒരു വൃത്തനുണ്ടാകില്ല. മാറ്റി പറഞ്ഞ. ഇനി ഇരമ്യാ പ്രവചനത്തിലോ, ഒരു പട്ടണമോ ഒരു ദേശമോ എന്നോട് അകൃത്യം ചെയ്തിട്ട് ഞാൻ ഇടിച്ചു കളയുമെന്ന് പറയുകയും അവരെന്നെ നോക്കി അനുതപിക്കുകയും ചെയ്താൽ ഞാൻ ആ പട്ടണത്തോട് ക്ഷമിക്കും, അനുതപിക്കും. മാറ്റി പറയുമോ? എടാ, ഇവിടെ ദൈവം പിശാചിന്റെ കരത്തിൽ കൊടുത്തെന്ന്. 2 ചോദ്യങ്ങൾ ദൈവത്തിന് നേരെ പിശാചി ചോദിച്ചു. എന്ത് ചോദ്യം? ചുമ്മയോ അവൻ ദൈവഭക്തനായി ഇരിക്കുന്നത്? 2, നീ അനുഗ്രഹിച്ച് വേലി കെട്ടിയിരിക്കണേണ്ടല്ലേ അവൻ ഭക്തനായിരിക്കണത്? ചില അനുഗ്രഹങ്ങളെ നോക്കി ദൈവം നമ്മെ വാദിച്ചാൽ, പിശാച് വാദിച്ചാൽ, നമുക്ക് കിട്ടിയില്ല. ചില അനുഗ്രഹങ്ങളെ നോക്കി പിശാച് വാദിച്ചാൽ, പ്രിയ ദൈവമക്കളെ, ദൈവം പിശാചിന്റെ കരത്തിൽ അങ്ങ് കൊടുക്കും. ഇഷ്ടം പോലെ ചെയ്തോളാൻ പറയും. അതിനവസരം നമ്മളായിട്ട് എന്ത് ചെയ്യരുത്? കൊടുക്കരുത്. നീ ഉപവസിച്ചില്ലെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നിന്റെ വേദനകളെ പകർന്നുകൊട്, നിന്റെ കണ്ണുനീരുകളെ നീ പകർന്നുകൊട്. കണ്ണുനീര് കണ്ടിട്ട് മറികടന്ന് പോവില്ല നമ്മുടെ ദൈവം. ആണോ? പോവോ? മറിയോട് എന്താ പറഞ്ഞതാ? ഞാൻ പിതാവിൻ്റെ സന്നിധിയിൽ ഇതുവരെ പോയിട്ടില്ല, നിന്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ ഞാൻ മടങ്ങി വന്നിരിക്കുകയാണ്, എന്നെ തുടരുത്. നിനക്ക് പകർന്നു കൊടുക്കാൻ പറ്റുമോ? നീ ഉപവസിച്ചില്ലെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രിയ ദൈവമക്കളെ, നിനക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? നിന്റെ സങ്കടങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? നിന്റെ വേദനകളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? നിന്റെ കണ്ണുനീരുകളെ അവൻ്റെ പാദപീഠത്തിൽ വീഴ്ത്താൻ പറ്റുമോ? മറിയ അനേക പാവങ്ങൾ മോചിച്ചു കിട്ടാൻ മറിയ ഉപവസിച്ചില്ല. ഉപവസിച്ചോ ഗീത സിസ്റ്ററെ? തൻ്റെ കണ്ണുനീരെന്ത് ചെയ്ത് പാദപീഠത്തിൽ അർപ്പിച്ചു. അനേക പാവങ്ങൾ മോചിപ്പിച്ചു കിട്ടി. ഇനിയും പറഞ്ഞുതരാം. 3 ദിവസം കർത്താവിൻ്റെ കൂടെ ഇരുന്ന ജനം ആരെങ്കിലും ഉപവസിച്ചോ? കൂടെ ഇരുന്നു എന്നല്ലേ എഴുതിയിട്ടുള്ളൂ. അവരെ തൃപ്തിയാക്കിയില്ലേ ദൈവം? ആക്കിയോ? തൃപ്തിയാക്കി. നീ ഇരിക്കുന്ന സമയം ദൈവത്തോടു കൂടെ ഇരി, പ്രാർത്ഥിര്. 5 മിനിറ്റാണ് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ആ 5 മിനിറ്റ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് പറ, കർത്താവേ, ഇന്ന് പകൽക്കാലവും ഞാൻ പ്രാർത്ഥിച്ചത് അതാ. ഈ ഒരാഴ്ചയും ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല, സത്യമായിട്ടും വായിച്ചില്ലേ. 2 മിനിറ്റ് പോലും പ്രാർത്ഥിച്ചിട്ടില്ല. 2 മിനിറ്റ് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാനുള്ള കട്സ് ഇല്ലായിരുന്നു. പക്ഷേ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റൂലേ?
എൻ്റെ വേദനകളെ കാണുന്നവൻ, എൻ്റെ കണ്ണുനീരറിയുന്നവൻ, എൻ്റെ കിടക്കയിൽ ഇറങ്ങി വന്ന് എന്നോടുകൂടെ ഇരിക്കുന്ന ഒരുവനുണ്ട്. ആ ദൈവം പറയുന്നു, നീ ഉപവസിക്കേണ്ട മക്കളെ, നീ കണ്ണുനീരിന് മാത്രം മതി എനിക്ക് നിന്നോടുകൂടെ ഇടപഴകാൻ. നീ ഹാല്യാസ്തോത്രം കൂടുതൽ സമയം ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട മക്കളെ, നിന്റെ നുറുങ്ങിയ ഹൃദയം മതി എനിക്ക് നിന്നോട് ഇടപെടാൻ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ഹൃദയം, അങ്ങനെ ഒരു കണ്ണുനീര് നിനക്കൊഴിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ എൻ്റെ കർത്താവ് പറയുന്നു, എൻ്റെ ശബ്ദം ഏറ്റവും അടുത്ത് കേൾക്കുന്നവനാവൻ. മണവാളൻ്റെ സ്വരം അടുത്ത് കേൾക്കുന്ന സ്നേഹിതനാവൻ. അവൻ്റെ കണ്ണുനീരൊന്ന് ഞാൻ കണ്ടു, എൻ്റെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ സങ്കടം ഞാൻ അറിഞ്ഞു, അവരുടെ കണ്ണുനീര് കണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നിനക്ക് ഉപവസിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും, നിനക്ക് ദീർഘസമയം ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും, നിൻ്റെ കണ്ണിൽ കൂടെ ഒഴുകുന്ന ദീർഘമായൊരു കണ്ണുനീര് നിനക്കുണ്ടോ? നിൻ്റെ ഹൃദയം, നുറുങ്ങിയ ഹൃദയം ഇന്ന് പകൽക്കാലം നിനക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ?